ലോകത്തുടനീളമുള്ള ആളുകളെല്ലാം ഒരു രോഗം ബാധിച്ചിരിക്കുകയാണ്. ഇഡിയറ്റ് സിൻഡ്രം. ശരീരത്തിനോ മനസ്സിനോ സ്വാഭാവികതയിൽ നിന്ന് എന്തെങ്കിലും മാറ്റം കണ്ടാൽ അതിൻ്റെ കാര്യകാരണങ്ങൾ അറിയാൻ വ്യഗ്രതയുള്ളവരാണ് പൊതുവെ എല്ലാവരും. ഗൂഗിളിനോട് ചോദിച്ചാൽ എല്ലാ മാറ്റങ്ങളുടെയും വിശദമായ ഉത്തരങ്ങൾ പല പേജുകളിലായി തുറന്നു തരും. അതെല്ലാം വായിച്ച് ആവശ്യം പോലെ നമ്മളൊരു അനുമാനത്തിലെത്തും. ആശുപത്രിയിൽ പോയില്ലെങ്കിലും സ്വയം രോഗങ്ങൾ നിർണ്ണയിക്കാൻ ഗൂഗിൾ തന്നെ ധാരാളമാണെന്ന് കരുതുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട്. ലക്ഷണങ്ങൾ കണ്ടാൽ ഡോക്ടറുടെ സേവനം തേടാതെ ഇന്റർനെറ്റ് നിർത്തുന്ന ഭയപ്പെടുത്തുന്ന രോഗങ്ങളുടെ പട്ടിക കണ്ട് അതുതന്നെയാണ് തൻ്റെ രോഗമെന്ന് സ്ഥിരീകരിക്കുന്നവർ. നിങ്ങൾ അക്കൂട്ടത്തിൽ പെടുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്കും ഇഡിയറ്റ് സിൻഡ്രം ഉണ്ട്. എന്താണ് ഇഡിയറ്റ് സിൻഡ്രം? ഇന്റർനെറ്റ് ഡിറൈവ്ഡ് ഇൻഫർമേഷൻ ഒബ്സ്ട്രക്ഷൻ ട്രീറ്റ്മെന്റ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. ഇന്റർനെറ്റിലെ മെഡിക്കൽ വിവരങ്ങൾ അന്ധമായി വിശ്വസിച്ച് രോഗികൾ ചികിത്സ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ സ്വയം ചികിത്സിക്കുകയോ ചെയ്യുന്ന അവസ്ഥയാണിത്. ലോകാരോഗ്യ സംഘടന ഇതിനെ ഇൻഫോഡെമിക് എന്ന് വിളിക്കുന്നു. രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്ന സമയത്ത് ഡിജിറ്റലായി വളരെയധികം വിവരങ്ങൾ ലഭ്യമാവുകയും ഡോക്ടർമാർ പറയുന്ന ആധികാരിക വിവരങ്ങളിൽ രോഗികൾക്ക് വിശ്വാസമില്ലാതെ വരികയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇത് നയിക്കുമെന്ന് WHO ചൂണ്ടിക്കാട്ടുന്നു. ഇന്റർനെറ്റ് തരുന്ന വിവരങ്ങൾ പലപ്പോഴും ഒരു അനുഗ്രഹമാണ് താനും. പക്ഷേ ആരോഗ്യ പരിപാലനത്തിൽ സങ്കീർണമായ ഒരു സാഹചര്യമാണിത് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ചെറിയ രോഗലക്ഷണങ്ങൾ ഉള്ളപ്പോൾ പോലും ഗുരുതരമായ രോഗമുണ്ടെന്ന ശക്തമായ തോന്നൽ. ആരോഗ്യ വിവരങ്ങൾ തിരയാനായി ഓൺലൈനിൽ മണിക്കൂറുകൾ ചെലവഴിക്കൽ. ഓൺലൈനിൽ കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിഷമം തോന്നുക. രോഗലക്ഷണങ്ങളെപ്പറ്റി തിരയുമ്പോൾ വിയർക്കുകയോ ഹൃദയമിടിപ്പ് കൂടുകയോ അല്ലെങ്കിൽ ഉത്കണ്ഠയുമായി ബന്ധപ്പെട്ട മറ്റ് ലക്ഷണങ്ങൾ കാണിക്കുകയോ ചെയ്യുക. നിലവിലുള്ള രോഗത്തെക്കുറിച്ച് ഇന്റർനെറ്റ് കാണിച്ചു വരുന്ന ഏറ്റവും മോശമായ നിഗമനം മാത്രം വിശ്വസിക്കുക. മെഡിക്കൽ പ്രൊഫഷണലുകളുമായുള്ള നേരിട്ടുള്ള കൂടിക്കാഴ്ചയിൽ വിശ്വാസം നഷ്ടമാവുക. അവർക്ക് തെറ്റുപറ്റിയതാവാമെന്നുള്ള വിചാരം. അതുപോലെ തന്നെ ഭയം. ഈ രോഗം ആരോഗ്യത്തിനും ഹാനികരം. ആളുകൾ സ്വയം രോഗം നിർണ്ണയിക്കുന്നത് പലപ്പോഴും വിപരീത ഫലമുണ്ടാക്കും. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ സ്വയം മരുന്ന് കഴിക്കാൻ തീരുമാനിക്കുന്നതിലൂടെ ഇല്ലാത്ത രോഗങ്ങൾക്ക് വേണ്ടിയായിരിക്കും നിങ്ങളുടെ ചികിത്സ. അത് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കും. തലവേദനയോ ചുമയോ പോലുള്ള നിസ്സാരമായ അസുഖങ്ങളുടെ പോലും കാരണം തിരഞ്ഞാൽ ഒരു നീണ്ട പട്ടിക തന്നെ ഗൂഗിൾ നിങ്ങൾക്ക് മുമ്പിൽ നിർത്തും. ചെറിയ രോഗങ്ങൾ മുതൽ ഗുരുതരമായ രോഗങ്ങൾ വരെ അതിൽ കാണും. ഭൂരിഭാഗം വെബ്സൈറ്റുകളിലും സ്ഥിതി സമാനമാണ്. ആ വിവരങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയുമായി യാതൊരു ബന്ധവും ഉണ്ടാവണമെന്നില്ല. അങ്ങനെയെങ്കിൽ ഗൂഗിൾ കാണിക്കുന്ന എല്ലാ വിവരങ്ങളും തെറ്റാണോ? അല്ല. ഇന്റർനെറ്റിലെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും തെറ്റോ ശരിയോ അല്ല. മറ്റെല്ലാ വിഷയങ്ങളും പോലെ തന്നെ ആരോഗ്യകാര്യത്തിലും തെറ്റും ശരിയുമുണ്ട്. ആധികാരികമായ വിവരങ്ങൾ പങ്കുവെക്കുന്ന ഒട്ടേറെ വെബ്സൈറ്റുകളും പഠനങ്ങളും ലഭ്യമാണ്. പക്ഷേ ഡോക്ടറുടെ വൈദഗ്ധ്യം ഒരിക്കലും നിങ്ങൾക്കുണ്ടാവില്ലെന്ന് ഓർമ്മ വേണം. പരിശീലനം ലഭിച്ച ഡോക്ടർമാർ തരുന്ന കരുതലാണ് രോഗികൾക്ക് വേണ്ടത്. ചികിത്സയുടെയും മരുന്നിൻ്റെയും ഒക്കെ കാര്യത്തിൽ സ്വയം തീരുമാനമെടുക്കുന്നത് അപകടമാണ്. ചില സൈറ്റുകൾ ജനപ്രീതിയും പരസ്യങ്ങളും റേറ്റിംഗും നേടുന്നതിനായി വ്യാജ ഉള്ളടക്കങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു. വായനക്കാരെ ഒരു തരത്തിൽ ഭീഷണിപ്പെടുത്തി ഹൈപ്പ് കൂട്ടുന്ന ഇത്തരം സൈറ്റുകൾ നിരീക്ഷിച്ച് കൃത്യസമയത്ത് തന്നെ അവഗണിക്കണം. പരിണിത ഫലം വിദഗ്ധ ചികിത്സ ലഭിക്കാതെ വരും. രോഗലക്ഷണങ്ങൾ കണ്ട് ഭയന്ന് അമിതമായ ആശങ്ക, സമ്മർദ്ദം, ഉത്കണ്ഠയും കൂടും. യഥാർത്ഥ രോഗം മനസ്സിലാക്കാതെ പോകും. പൂർണ്ണ വിവരം ലഭ്യമായിരിക്കില്ല. പാതി വിവരങ്ങളെ പലപ്പോഴും ഇന്റർനെറ്റിൽ തരൂ. ഓരോ വ്യക്തിയിലും രോഗവും രോഗകാരണവും വ്യത്യസ്തമായിരിക്കും. രോഗമറിയാതെ പാതി വഴിയിൽ ചികിത്സ നിർത്താനുള്ള പ്രവണത ഇഡിയറ്റ് സിൻഡ്രം ഉള്ളവരിൽ ഉണ്ടാവാറുണ്ട്. ഇഡിയറ്റ് എന്ന വാക്കുമായി ബന്ധമൊന്നുമില്ലെങ്കിലും മറ്റൊരു തരത്തിൽ ഇതൊരു മണ്ടത്തരം തന്നെയാണ്. സ്വയം രോഗം നിർണ്ണയിച്ച് മാറാവ്യാധി എന്ന് കരുതി ആളുകൾ ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. ഇന്റർനെറ്റിൽ നിന്ന് നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് ഉചിതമായി തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കാം. എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ഉത്കണ്ഠപ്പെടാതെ വിദഗ്ധ ഡോക്ടറോട് സഹായം തേടാം.